കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ക്രമവിരുദ്ധ നിയമനങ്ങളും അംഗങ്ങളുടെ പേരിൽ വായ്പാ തട്ടിപ്പും നടക്കുന്നുവെന്ന് ബിജെപി. ആത്മഹത്യ ചെയ്ത വ്യാപാരി സാബുവിന്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കാനാകില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കട്ടപ്പന റൂറൽ സഹകരണ സംഘത്തിന്റെ ഭരണം കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത CPM നേതാക്കൾ ക്രമവിരുദ്ധമായി നിയമനങ്ങൾ നടത്തുകയും ഭരണസമിതി അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ കോടിക്കണക്കിന് രൂപ വായ്പയായി തട്ടിയെടുക്കുകയും ചെയ്തു. ക്ലർക്ക്, അറ്റൻഡർ തസ്തികയിലുള്ള നിയമനങ്ങൾ നടത്തിയത് ക്രമവിരുദ്ധമായാണ്. ഈട് വസ്തുവിന്റെ മൂല്യത്തിന്റെ 5ഉം 10ഉം ഇരട്ടി തുക പലർക്കും വായ്പയായി കൊടുത്തിട്ടുണ്ട്. വാല്യുവേഷനിൽ കൃത്രിമം കാണിച്ചാണ് തുക നൽകിയതെന്നും BJP നേതാക്കൾ ആരോപിച്ചു. അതിനാദ്യം CPM ചെയ്തത് ഇവരുടെ കയ്യിലേക്ക് അധികാരം ഈ കുറുക്ക് വഴിയിലൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് നടത്തിയത്. പാർട്ടി അനുഭാവികൾക്ക്, പ്രവർത്തകർക്ക് ഈ ബാങ്കിന്റെ അതിർത്തിയിലുള്ള എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. സാധാരണ പാർട്ടി പ്രവർത്തകർ മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ മെമ്പർഷിപ്പ് ഫീസ് അടയ്ക്കണം. അവർക്കതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് താമസം വന്നപ്പോൾ പാർട്ടിയുടെ സർക്കുലർ ഇറക്കി പ്രവർത്തകർ വിളിച്ച് പറഞ്ഞു, എല്ലാവരും ചേരണം, എല്ലാവർക്കും അംഗമായി കഴിഞ്ഞാൽ ആദ്യം തന്നെ 4 പേരുടെ പരസ്പര സഹായ സഹകരണ സംഘത്തിൽ പരസ്പര ജാമ്യത്തിൽ 25,000 രൂപ വീതം കൊടുക്കുമെന്ന് ഓഫർ കൊടുത്തു. ആ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്ന് ലോൺ എടുത്ത് അംഗമായി. ഈ ലോണിൽ ഒരൊറ്റ പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല ഒരു കാര്യം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും നമ്മുടെ ഉണ്ട്. ഇതാണ് അവരുടെ തുടക്കം തന്നെ. രണ്ടാമത്തെ കാര്യം, ഇവരും കോൺഗ്രസ്സുകാരും ചെയ്ത് അവിടെ കുടിശ്ശിക എന്തുകൊണ്ടാണ് അടയ്ക്കാൻ പറ്റാത്തത്, കുടിശ്ശിക പിടിച്ചെടുക്കാൻ പറ്റാത്തത് എന്താണെന്നറിയാം. എല്ലാവരും ഈട് വസ്തു കൊടുത്താണ് ബാങ്കിൽ, ഏതെങ്കിലും തന്നെ ഈടാണ്, ഗവൺമെന്റ് ജീവന എംപ്ലോയീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വസ്തുവിന്റെ ഈടിന്മേലാണ് ലോൺ കൊടുക്കുന്നത്. അതിന് നമ്മൾ യൂണിയൻ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഒക്കെ ചെയ്യുന്നത് വാല്യുവേറ്റർ വന്ന് സ്ഥലം സന്ദർശിച്ച് മാനേജരും ബാങ്കിൽ പ്രത്യേകം ആളുകളുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ലോൺ ഒരിക്കലും കിട്ടത്തില്ല, ഇല്ലേ? ഇവരെന്താ കഴിഞ്ഞാൽ ഈ വാല്യുവേറ്റർ എന്ന് പറയുന്നത് CPMന്റെ ആളുകൾ, അവിടുത്തെ സെക്രട്ടറി, ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും കൂടി ഈ വെച്ചിരിക്കുന്ന ജാമ്യം വെച്ച ഈട് വസ്തുവിന്റെ വിലയേക്കാൾ 10 ഇരട്ടിയും 20 ഇരട്ടിയും ലോണാണ് കൊടുത്തിരിക്കുന്നത്. ഇവര് ജപ്തി ചെയ്യാൻ പോയാൽ 5 പൈസ പോലും കിട്ടത്തില്ല, 4 തുക പോലും കിട്ടത്തില്ല. ഈ രൂപത്തിൽ വാല്യുവേഷൻ നോക്കാതെ പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും ഒക്കെ വാരി ഇവർ കൊടുക്കുമായിരുന്നു. കോൺഗ്രസിൽ നിന്നും CPMന്റെ നേതൃത്വത്തിലേക്ക് ഭരണം പിടിച്ചെടുക്കാൻ CPM അനുഭാവികളും പ്രവർത്തകരുമായ ആയിരക്കണക്കിന് പേർക്ക് പുതുതായി അംഗത്വം നൽകി. ഇവർക്ക് പരസ്പര ജാമ്യത്തിൽ 25,000 രൂപ വായ്പ നൽകി. ഇവയിൽ പലതും തിരികെ അടച്ചിട്ടില്ല. സംഘത്തിന്റെ കീഴിലുള്ള വിവിധ ബ്രാഞ്ചുകളിലും സ്ഥാപനങ്ങളിലും അഴിമതികൾ നടന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത വ്യാപാരി സാബുവിന്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസമില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. കട്ടപ്പനയിലുണ്ടായ സംഭവത്തിൽ തന്നെ ഒരു സമഗ്രമായ അന്വേഷണം, ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതിന്റെ കാരണം, ഇവിടെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അന്വേഷണം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള അനധികൃത നിയമനങ്ങൾ, കോടിക്കണക്കിന് രൂപ നിക്ഷേപം വന്നിട്ടുള്ള ബാങ്ക്, ഈ സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ നഷ്ടത്തിലേക്ക് പോകുന്നത്, അനധികൃതമായ വായ്പകൾ, അവിടെ നിന്ന് അർഹരല്ലാത്തവർ വായ്പകൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. കേസ് അന്വേഷണം സത്യസന്ധമാവണമെന്നും ബാങ്കിന്റെ ക്രമക്കേടുകളും അഴിമതികളും പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി VS രതീഷ്, മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ്, നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരിയിടം എന്നിവർ പങ്കെടുത്തു.